ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഉദയം പേരൂർ IOC ബോട്ട്ലിംഗ് പ്ലാന്റിൽ CITU-വിൽ നിന്ന് രാജിവെച്ച് INTUC-യിൽ ചേർന്നതിന് തൊഴിൽ നിഷേധം. യൂണിയൻ മാറിയ തൊഴിലാളിയെ ഒഴിവാക്കണമെന്നും നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്നും CITU വ്യക്തമാക്കി. കരാർ തൊഴിലാളിയായ വിഷ്ണു ഉണ്ണിയാണ് CITU വിട്ട് INTUC-യിൽ ചേർന്നത്. സജോ ദേവസിയുണ്ട് വിശദാംശങ്ങളുമായി. സജോ, യൂണിയൻ മാറി എന്നൊരു തെറ്റ് മാത്രമാണ് ഈ തൊഴിലാളി ചെയ്തത്. പക്ഷേ അതിനിപ്പോൾ തൊഴിൽ നിഷേധിക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? വിനീത, എറണാകുളം ഉദയം പേരൂരിലെ IOC-യുടെ ബോട്ട്ലിംഗ് പ്ലാന്റിൽ കരാർ തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളെ അവിടെ നിയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ യൂണിയന്റെ ഒരു അനുമതിയോടുകൂടിയും ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് തൊഴിലാളികൾ അവിടെ ജോലിക്ക് കയറുക. കരാർ തൊഴിലാളികളാണ്. ഇതിനിടെ നേരത്തെ, അതായത് പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയനാണ്, അത് അവിടെ അംഗീകാരമുള്ളത് 2 യൂണിയനുകൾക്കാണ്, CITU, INTUC. അതിൽ വിഷ്ണു ഉണ്ണി എന്ന തൊഴിലാളി CITU യൂണിയനിൽ ഉൾപ്പെട്ട ആളാണ്. CITU വഴിയാണ് അവിടെ ജോലിക്ക് പ്രവേശിച്ചതെന്നാണ് CITU അവകാശപ്പെടുന്നത്. പിന്നീട് പാർട്ടി പരിപാടിയിലടക്കം പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതിൽ നടപടി എന്ന നിലയ്ക്ക് വിഷ്ണു ഉണ്ണിക്കെതിരെ പാർട്ടി ചില അച്ചടക്ക നടപടികൾക്കൊക്കെ ശ്രമം നടത്തുകയും ചെയ്തു. പിന്നാലെ തർക്കമായി വളർന്നു. ഒടുവിൽ CITU വിട്ട് ഇദ്ദേഹം INTUC-യിൽ ചേരുന്നു. തൊട്ടു പിന്നാലെ ഇന്നലെ വലിയ പണിമുടക്ക് CITU നടത്തി. വിഷ്ണു ഉണ്ണി ജോലിക്ക് കയറിയാൽ അവിടെ തൊഴിൽ നടക്കില്ല. അങ്ങനെ വരുമ്പോൾ വിവിധ ഇടങ്ങളിലേക്ക് പാചകവാതക വിതരണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. തൊഴിൽ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. വിഷ്ണു ഉണ്ണിയെ മാറ്റി നിർത്തണം, തൊഴിൽ നൽകരുത്, അദ്ദേഹം വീണ്ടും ജോലിക്ക് കയറിയാൽ പണിമുടക്കും. അങ്ങനെ വരുമ്പോൾ CITU പണിമുടക്കിയാൽ അവിടെ വിതരണം തടസ്സപ്പെടും. INTUC പക്ഷേ ശക്തമായി തൊഴിലാളിക്കൊപ്പം നിലയുറപ്പിക്കുന്നുണ്ട്. അവർ ലേബർ ശക്തമായി തന്നെ ഈ തൊഴിലാളിക്കൊപ്പം നിൽക്കുകയാണ്. നമുക്കൊരു പ്രതികരണം കണ്ട ശേഷം തിരിച്ചു വരാം. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ തൊഴിൽ നിഷേധം പാടില്ല. തൊഴിലാളികൾക്ക് യൂണിയൻ ഏത് യൂണിയൻ എന്നുള്ളതല്ല. നമ്മുടെ രാജ്യത്ത് പാർട്ടി മാറിയെന്നോ യൂണിയൻ മാറിയെന്ന് പറഞ്ഞുകൊണ്ട് തൊഴിൽ നിഷേധിക്കാനുള്ള സാഹചര്യമില്ല. അത് തൊഴിലാളികളുടെ അവകാശമാണ്. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ പ്ലാന്റ് മാനേജറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. RLC തന്ന ലെറ്റർ ഞങ്ങൾ പ്ലാന്റ് മാനേജർക്ക് കൊടുക്കും. അദ്ദേഹം സമ്മതിച്ചതിന് പ്രകാരമാണ് ഉച്ചയ്ക്ക് ഒപ്പിട്ട് കയറിയത്. കോൺട്രാക്ടറോട് സംസാരിച്ചതിന് ശേഷമാണ് കയറിയത്. ഞങ്ങളുടെ പ്രതിഷേധം തുടരും. ആ തൊഴിലാളികൾ 2 പേരെയും ജോലിക്ക് എടുത്തുകൊണ്ട് മാത്രമുള്ള ഒരു ഒത്തുതീർപ്പിന് മാത്രമേ INTUC തയ്യാറാവുള്ളൂ. അതിൽ കുറച്ചൊരു വിട്ടുവീഴ്ചയില്ല. സജോ ദേവസിയുണ്ട്. സജോ, ഇപ്പോൾ വിഷ്ണുവിനെ തിരിച്ചെടുത്തിട്ടുണ്ടോ? CITU-വിന്റെ ഒരു നിലപാട് എന്താണ്? സജോ പറഞ്ഞതുപോലെ INTUC പൂർണ്ണമായും ഈ തൊഴിലാളിക്കൊപ്പം നിൽക്കുകയാണ്. യൂണിയൻ മാറി എന്നതുകൊണ്ട് എങ്ങനെയാണ് തൊഴിൽ നിഷേധിക്കപ്പെടുക എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അവിടെ സമരം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അതാണ് നടന്നതല്ലേ? വിവിധ 2 തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ യൂണിയൻ മാറിയത്. പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃനിരയിൽ തന്നെ അടക്കം പ്രവർത്തിച്ചിരുന്ന മണികണ്ഠൻ ER എന്ന വ്യക്തിയും വിഷ്ണു ഉണ്ണിയും. പക്ഷേ മണികണ്ഠൻ നേരത്തെ തന്നെ INTUC-യുടെ ഭാഗമായിരുന്നു. INTUC വിട്ടാണ് CITU-ൽ എത്തിയത്. തിരികെ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ തൊഴിലാളിയുടെ കാര്യത്തിൽ CITU വലിയ പ്രതിഷേധത്തിന് മുതിർന്നിട്ടില്ല. പക്ഷേ വിഷ്ണു ഉണ്ണി ഇന്ന് ജോലിക്ക് കയറിയിട്ടില്ല. അവിടെ വീണ്ടും വിഷ്ണു ഉണ്ണി ജോലിക്ക് കയറിയാൽ ആ പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടും. അതായത് ബോട്ട്ലിംഗ് പ്ലാന്റിൽ ലോഡ് കയറ്റുന്ന ഉൾപ്പെടെയുള്ള ജോലികൾ തടസ്സപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്ന് മാത്രമല്ല കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകും. ഒരു നിലയ്ക്കും വിഷ്ണു ഉണ്ണിയെ അവിടെ INTUC-യുടെ ഭാഗമായി നിന്നുകൊണ്ട് തൊഴിൽ ചെയ്യാൻ അനുവദിക്കില്ല, തുടരാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ലേബർ കമ്മീഷണറുടെ കത്തുൾപ്പെടെ വാങ്ങി മാനേജർക്ക് കൈമാറുകയും തൊഴിൽ ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് അവരുൾപ്പെടെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് അടക്കം എത്തി. ഇനിയിപ്പോൾ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ INTUC വ്യക്തമാക്കുന്നത്. ഇന്ന് പക്ഷേ ജോലിക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല വിഷ്ണു ഉണ്ണിക്ക്. വിഷ്ണു ഉണ്ണി വീണ്ടും ജോലിയിൽ കയറിയാൽ അവിടെ വീണ്ടും പ്രവർത്തന നിലയ്ക്കും പണിമുടക്കിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ CITU പറയുന്നത് ഏതെങ്കിലും നിയമപരമായി ആ വാദം നിലനിൽക്കുന്നതല്ലേ, ഏതെങ്കിലും ഒരു യൂണിയന്റെ ഭാഗമായി പ്രവർത്തിച്ചോ ഇല്ലയോ എന്നത് തൊഴിൽ തടയാൻ ഒരു മതിയായ കാരണമല്ല. അത് നിയമപരമായി നിൽക്കില്ല. നിലവിൽ തന്നെ ലേബർ കമ്മീഷണറുടെ അടുത്ത് പരാതി നൽകുകയും അവിടെ തൊഴിലിൽ തുടരാൻ ഏതെങ്കിലും നിലയ്ക്ക് അത് തടസ്സപ്പെടുത്തരുതെന്ന് കാട്ടിയുള്ള കത്ത് മാനേജർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം INTUC-യുടെ തൊഴിലാളികൾ ചേർന്ന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം വിഷ്ണു ഉണ്ണി ജോലിക്ക് കയറിയപ്പോൾ സംഭവിച്ചത് പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ INTUC തൊഴിലാളികൾ മാത്രം ജോലി ചെയ്യുന്ന നില വന്നു. പക്ഷേ അതിന്റെ പവർ ബ്ലോക്കിൽ ജോലി പൂർണ്ണമായും CITU തൊഴിലാളികൾ മാത്രമാണ്. അവരത് ഓഫ് ചെയ്തു. അതോടുകൂടി പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇന്നും അത് തന്നെ സംഭവിക്കുക. അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഇനി ജോലിയിൽ പ്രവേശിച്ചാൽ മതി എന്ന നിർദ്ദേശം INTUC വിഷ്ണുവിന് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ജോലിക്ക് വന്നിട്ടില്ല. അതായത് ഫലത്തിൽ ഒരു തൊഴിലാളിക്ക് തൊഴിൽ നിഷേധിക്കുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൽ പക്ഷേ CITU പറയുന്നത് ഞങ്ങളുടെ കോട്ടയിലാണ് ഇദ്ദേഹം കരാർ തൊഴിലാളിയായി ജോലിക്ക് കയറിയത്.
അങ്ങനെ ഒരാൾ സംഘടനയെ വഞ്ചിച്ച് മറ്റൊരു യൂണിയനിൽ പോകുന്നു, അതുകൊണ്ട് തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തണം, അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് CITU പറയുന്നത്. ഇത് ഏത് കാലത്ത് നടക്കേണ്ട നീതിയാണ്, നിയമമാണ്, ഈ കാലത്തൊക്കെ ഇത് പ്രായോഗികമാണോ എന്നത് ഉൾപ്പെടെ ചോദിക്കേണ്ടതാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഏത് തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിക്കണം എന്നത് ആ തൊഴിലാളി തീരുമാനിക്കുന്നതാണ്. നമ്മൾ കാണുന്നതാണ്, പാർട്ടികൾ മാറി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അതുപോലെ തന്നെയാണ് തൊഴിലാളി സംഘടനകളും. ഇതിലിപ്പോൾ CITUവിന്റെ പ്ലാന്റിലുള്ള നേതൃത്വത്തിൻ്റെതാണ് മാത്രമാണോ ഈ നിലപാട്? ജില്ലാ നേതൃത്വത്തിന്റെ ഉൾപ്പെടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ടോ? അവരെന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? വിനീത, നമ്മൾ സംസാരിച്ചത് CITUവിന്റെ ഈ പ്ലാന്റിലെ പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയനാണ്. അതായത് അതിൽ INTUCയും CITU ഉണ്ട്. അതിന്റെ ഈ പ്ലാന്റിലെ തൊഴിലാളികളുടെ ചുമതലയുള്ള CITU നേതാവ് അനിലിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കോട്ടയിൽ ജോലിക്ക് കയറിയ ആളാണ്. അത് സാധാരണഗതിയിൽ അവിടെ ജോലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ നിയമനങ്ങൾ, കരാർ നിയമനമാണെങ്കിലും അതൊരു രാഷ്ട്രീയ വഴിയിലാണ് പൊതുവായി നടന്നു പോകാറുള്ളത്. അങ്ങനെ കിട്ടിയതാണ്. ആ തൊഴിലാളിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല, മാറ്റി നിർത്തണം എന്ന ആവശ്യമാണ്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ സംസാരിച്ചപ്പോഴും CITU നേതാവ് വ്യക്തമാക്കിയത്. CITU അതൊരു നിലപാടാക്കി തന്നെ എടുക്കുകയും അവിടെ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല. അത് ഈ പ്രത്യേക, അതായത് പെട്രോളിയം ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ CITUവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ആ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളാണ്. ഇനിയിപ്പോൾ ജില്ലാ നേതൃത്വത്തോടുകൂടി ഇത് നീതിയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രതികരണം തേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും സജോ, ഇക്കാര്യങ്ങളിൽ പ്രതികരണം തേടുക. CITU ജില്ലാ നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത്? ഇത്തരത്തിൽ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കേണ്ടുന്ന ഒരു തൊഴിലാളി സംഘടനയ്ക്ക് എങ്ങനെയാണ് തൊഴിൽ നിഷേധിക്കാനാവുക എന്ന സ്വാഭാവികമായ ചോദ്യം തന്നെയാണ് വരുന്നത്. നമുക്ക്